കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന മുഖ്യമന്ത്രി ആര്, അവരുടെ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശമ്പളം മേടിക്കുന്ന മുഖ്യമന്ത്രി ആര്, അവരുടെ സംസ്ഥാനം ഏത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളൊരു വീഡിയോ ചെയ്തത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി ഏത്, അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ പാർട്ടിയാണ് ഭരിക്കുന്നത്. 28 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. യൂണിയൻ ടെറിട്ടറീസിൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല, അതായത് ഡൽഹി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. NCT നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയാണ് ഡൽഹി, അതൊന്നും നമ്മുടെ കണക്കിൽ ഉൾപ്പെടുത്തുന്നില്ല. അതേപോലെ തന്നെ പുതുച്ചേരി, ലക്ഷദ്വീപ്, ഇതൊന്നും നമ്മൾ ഉൾപ്പെടുത്തില്ല. നമ്മൾ 28 സംസ്ഥാനങ്ങളാണ് ഈ കണക്കിലെടുത്തിരിക്കുന്നത്. ഈ 28 സംസ്ഥാനങ്ങളിൽ 14 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന അതേ പാർട്ടി തന്നെയാണ്, ഭാരതീയ ജനതാ പാർട്ടി. അതായത് 50% സംസ്ഥാനങ്ങളിലും BJP തന്നെയാണ് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് BJPനെ തൊടാൻ പോലും എതിർ കക്ഷികൾക്ക് പറ്റാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? വെറുതെ അല്ല നരേന്ദ്രമോദി 3ാമതും പ്രധാനമന്ത്രിയായിട്ട് ഇവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് BJP ഭരിക്കുന്നതെന്നും കൂടി നമുക്കറിയണ്ടേ? അതൊന്നും ഞാൻ പറയാം. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, അരുണാചൽ പ്രദേശ്, ആസാം, ഗോവ, ഹരിയാന, മണിപ്പൂർ, ത്രിപുര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് ഒക്കെ BJPയുടെ സാന്നിധ്യത്തിലാണ്. ഇനി മുഖ്യ പ്രതിപക്ഷമായ അല്ലെങ്കിൽ മറ്റൊരു പ്രമുഖ പാർട്ടിയായ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നുണ്ടെന്ന് അറിയോ? വെറും 3 എണ്ണവിടെ. ഈ 28 എണ്ണത്തിൽ വെറും 3 എണ്ണത്തിലേ കോൺഗ്രസ് ഭരിക്കുന്നുള്ളൂ. വെറുതെ ആണോ ഒരു എഫക്റ്റ് ഇല്ലാതിരിക്കുന്നത്? ഏതൊക്കെയാണ് ഈ 3 സംസ്ഥാനങ്ങളെന്നറിയോ? ഹിമാചൽ പ്രദേശ്, തെലങ്കാന, കർണാടക. അതായത് 3ൽ 2 സംസ്ഥാനങ്ങളും സൗത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരു പിടി പോലും ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയാണ്. ആകെ ഹിമാചൽ പ്രദേശ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി അജയനായി മാറുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ പിടികിട്ടിയല്ലോ. സംഭവം നിയമസഭ, ലോക്സഭ എന്നൊക്കെ പറയുമെങ്കിലും ഇത്രയും വലിയ വ്യത്യാസം എന്ന് പറയുമ്പോൾ അതൊരു വലിയ വ്യത്യാസം തന്നെയാണ് അല്ലേ? ഇനി ഉള്ള ബാക്കി സംസ്ഥാനങ്ങൾ, അതായത് ഇപ്പോൾ 14 + 3 17 സംസ്ഥാനങ്ങൾ 2 പാർട്ടിയാണ് ഭരിക്കുന്നത്. ബാക്കി 11 സംസ്ഥാനങ്ങളും ഓരോ പാർട്ടിയാണ്, അതായത് അവിടുത്തെ ലോക്കൽ പാർട്ടീസാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. പഞ്ചാബ് ആം ആദ്മി പാർട്ടിയാണ്. ഡൽഹിയിലും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അധികാരമൊക്കെ പോയി BJPക്ക് അതൊക്കെ കൊടുത്ത് ഇപ്പോൾ പഞ്ചാബിൽ മാത്രമായി ഒതുക്കിയിരിക്കുകയാണ്. ബീഹാർ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിനെയാണ്. അത് നമുക്ക് വേണമെങ്കിൽ BJPയുടെ കൂടെ കൂട്ടാം. അദ്ദേഹം കേന്ദ്രത്തിൽ BJPനെ താങ്ങി നിർത്തുന്ന ആളാണ്, അല്ലെങ്കിൽ പേടിപ്പിച്ച് നിർത്തുന്ന ഒരാളാണല്ലോ അല്ലേ? അപ്പോൾ BJPൻ്റെ അക്കൗണ്ടിൽ വേണമെങ്കിൽ ബീഹാറും കൂട്ടാട്ടോ. മേഘാലയയിൽ നാഷണൽ പീപ്പിൾസ് പാർക്ക് NPP. മിസോറാമിൽ സോറാം പീപ്പിൾസ് മൂവ്മെൻറ്റ് ലോക്കൽ പാർട്ടിയാണ്, അവിടുത്തെ ഉന്നമനത്തിനായിട്ടൊക്കെ പോരാടുന്ന പാർട്ടിയാണ്. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച, അതും BJPനോട് ഒരു ചായ്വുള്ള ഒരു പാർട്ടിയാട്ടോ. മനസ്സിലായില്ലേ? അപ്പം BJPനോട് ആക്ച്വലി BJP ഭരിക്കുന്ന 14 മാത്രമല്ല, ഇതൊക്കെ വേണമെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് കൂട്ടാവുന്നതാണ്. ആന്ധ്ര ആരാ? TDP തെലുങ്ക് ദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡു. ആരുടെ കൂടെയാ? മനസ്സിലായില്ലേ? അതാ ഞാൻ പറഞ്ഞത്. 14ൽ നമുക്ക് BJPൻ്റെ കണക്ക് ഒതുക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 14, 3, 17 ഇപ്പം തന്നെയായി 28 സംസ്ഥാനങ്ങളിൽ. അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കേരളയാണ്. CPIM ആണ് ഭരിക്കുന്നത്. സംഭവം നാഷണൽ പാർട്ടിയൊക്കെ ആണെങ്കിലും പൊടി പോലുമില്ല വേറൊരു സ്ഥലത്ത്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളം കൂടി കൈവിട്ട് കഴിഞ്ഞാൽ ശൂന്യതയായിരിക്കും മൊത്തത്തിൽ. പിന്നെ തമിഴ്നാട്ടിൽ DMK, അവിടെയും ഇതുപോലെ എന്താ പറയുക, ലോക്കൽ പാർട്ടീസാണ്. DMK, ADMK. ലോക്കൽ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ഇവർ ദേശീയ പാർട്ടിയൊക്കെ തന്നെയാണ്, പക്ഷേ ലോക്കലിയാണ് ഇവരുടെ കളികളല്ല. വെസ്റ്റ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജിയുടെ കുറേ നാൾ മാർക്സിസ്റ്റൊക്കെ ഭരിച്ചെങ്കിലും പിന്നീട് മമതാ ബാനർജിയുടെ ഒരു തേരോട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച. നാഗാലാൻഡിൽ നാഷണൽ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി. അങ്ങനത്തെ ലോക്കൽ പാർട്ടീസ് വേണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ കേരളത്തിലും അതാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ വരണം. CPM നിന്നും കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും അങ്ങനെ എല്ലാ പാർട്ടികളും കുറച്ച് നല്ല ആളുകൾ വന്നിട്ട്, നല്ല എന്ന് പറയുമ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി കേരളത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, കേരളത്തിന് വേണ്ടി അറിയാനായിട്ട് പോരാടുന്ന കുറച്ച് നേതാക്കൾ വന്ന് ഒരു പാർട്ടിയെ രൂപീകരിക്കുക അല്ലേ? എന്നിട്ടാണ് ഭരിക്കുക. അപ്പോഴാണ് ആ ഒരു സ്പിരിറ്റ് വരുന്നത്. ഇത് ചുമ്മാ LDF, UDF, LDF, 5 വർഷം LDF, 5 വർഷം UDF. ഇപ്രാവശ്യമാണ് അതിനൊരു അപവാദമായിപ്പോയത്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF വിചാരിച്ച് വെറുതെ ഇരുന്നാലും കിട്ടും, ഞങ്ങൾക്ക് ഭരണം കിട്ടും. പക്ഷേ കിട്ടിയില്ല. പിണറായി വിജയൻ തന്നെ 2ാമതും ആയി. ഇനിയിപ്പം 26ൽ ഇലക്ഷൻ വരികയാണ്. അപ്പം കോൺഗ്രസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അതിനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇവർ ഈ മുഖ്യമന്ത്രി ആരാവും എന്നുള്ളൊരു തമ്മിത്തൽ ഇങ്ങനെ നടക്കുകയാണല്ലോ. ഞാനാവട്ടെ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അത് ഇനി എഫക്റ്റായിട്ട് വീണ്ടും പിണറായി വിജയൻ തന്നെ മൂന്നാമത് മുഖ്യമന്ത്രി ആവുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. ഇതിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഇടയിൽ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പറയേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്നാൽ ശരി.